ഹായ്, ഇന്ന് ഓൾ കേരള ട്രിപ്പിൻ്റെ 8ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഈരാറ്റുപേട്ട PWD ഗസ്റ്റ് ഹൗസിലാണ്. ഇപ്പോൾ അതിനകത്താണുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ കോട്ടയം ജില്ലയിലെ ബാക്കി ഉള്ള സ്ഥലങ്ങളിലൂടെ കാണാൻ പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും നമ്മൾ ഇടുക്കിയിൽ കയറുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ നമുക്ക് കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു. കാരണം ആലപ്പുഴയിൽ നിന്ന് പിന്നെ കോട്ടയം ആ ഒരു സൈഡിൽ നിന്നും വേറെ സ്ഥലങ്ങൾ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. അതിനുശേഷം ഇങ്ങറ്റം ആണ് നമ്മൾ ഏകദേശം ഇടുക്കിയിലേക്ക് കയറുന്ന ആ ഒരു റേഞ്ച് എത്തുമ്പോഴാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പകല് കുറച്ച് ഓട്ടമായിരുന്നു. അതുകൊണ്ട് കുറച്ച് പള്ളികൾ, രണ്ട് പള്ളി, ഒരു മുസ്ലിം പള്ളി, പിന്നെ ഒരു വെള്ളച്ചാട്ടം, ഇത്രയൊക്കെ പോയുള്ളൂ. അതിനുശേഷം നമ്മൾ റൂമിൽ ഗ്രാമഫോൺ മ്യൂസിയം പോയി. അതിനുശേഷം നമ്മൾ റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റ് ചെയ്തു. രാവിലെ ഫുഡൊക്കെ റെഡിയാക്കി. ഇനി നമ്മൾ ഇന്നത്തെ കോട്ടയത്തിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോവുകയാണ്. മെയിനായിട്ട് വാഗമൺ ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളായിരിക്കും ഇന്ന് പോകുന്നത്. അപ്പോൾ ഈരാറ്റുപേട്ട ഗസ്റ്റ് ഹൗസിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. പോവാല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഈരാറ്റുപേട്ട ഗസ്റ്റ് ഹൗസിൽ നിന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ് വാഗമൺ ഭാഗത്തേക്ക്. വണ്ടിയിലെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. രാവിലെ ക്ലൈമറ്റൊന്നും കുഴപ്പമില്ല. അങ്ങോട്ട് പോകാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിറങ്ങാം. അപ്പോൾ ഇന്ന് ഓൾ കേരള തുടങ്ങിയിട്ട് 8ാം ദിവസം രാവിലെയാണ്. ഇന്ന് നമ്മൾ ടോട്ടലായിട്ട് ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 810 കിലോമീറ്ററാണ് നമ്മൾ ഇതുവരെയ്ക്ക് ഓടിയത്. ഇന്നലെ കുറച്ച് ഓട്ടം കൂടുതലായിരുന്നു. 140 കിലോമീറ്റർ ഇന്നലെ ഓടി. അപ്പോൾ ഇനി നമുക്ക് വാഗമൺ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. 5 ജില്ല ഇതുവരെ കവറായിട്ടുണ്ട്. മാക്സിമം നല്ല സ്ഥലങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ജില്ലയിലോട്ടുകൂടെ ഇന്ന് കയറും. കോട്ടയത്ത് തന്നെ വാഗമണിലോട്ട് പോവാം. നമ്മുടെ യാത്രയിൽ നമ്മൾ ഇതുവരയ്ക്കും പറഞ്ഞത് PWD ഗസ്റ്റ് ഹൗസ് എന്നാണ് അല്ലേ. അപ്പോൾ എന്തായിരുന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഓരോ ദിവസവും ഓരോ ജില്ലയിലെ ഓരോ സ്ഥലങ്ങളിലെ PWD റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ രാത്രി തങ്ങിയത്. എല്ലായിടത്തും നമുക്ക് എടുത്തു പറയാനുള്ള എല്ലാ ആൾക്കാരും വളരെ നല്ല സഹകരണമായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥലത്തെ ഈരാറ്റുപേട്ട. പ്രവീണെന്തോ ആണ് ആ ചേട്ടൻ്റെ പേര്. എന്തായാലും ചേട്ടൻ വളരെ സൗഹൃദപരമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു. നമ്മളോട് കാര്യം സംസാരിച്ചു, നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി കേട്ടോ ഈ കേരള യാത്രയിൽ. എന്തായിരുന്നാലും നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ വാഗമൺ അല്ലെങ്കിൽ കോട്ടയം വാഗമൺ സൈഡിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു പള്ളി, അരുവിത്തുറ പള്ളി, ജംഗ്ഷനിൽ തന്നെ ഉള്ളൊരു വലിയൊരു പള്ളി അവിടെ ഉണ്ട്. രാവിലെ സമയമായതിനാൽ സ്കൂളിലും ഓഫീസിലുമൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് റോഡിൽ. അതുപോലെ തന്നെ ഈ കാണുന്നത് പോലത്തെ വേറെയും പാലമുണ്ട് കേട്ടോ ഇവിടെ തന്നെ. നമ്മൾ ഇന്നലെ രാത്രി വരുന്ന വഴി നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ വേറെയും ഇതും അതുപോലത്തെ ഒരു നിർമ്മിതിയാണ്. കളറിങ്ങും അല്ലെങ്കിൽ രൂപവും എല്ലാം അതുപോലുള്ള ഒരു പാലമാണ്. എനിക്ക് തോന്നുന്നു ഈരാറ്റുപേട്ട ജംഗ്ഷനിൽ ഇതുപോലെ 1, 2, 3 പാലം ജംഗ്ഷനിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. വാഗമണിലേക്ക് നമുക്ക് പോകാട്ടോ. നമ്മൾ ഈരാറ്റുപേട്ട ജംഗ്ഷനെ കഴിഞ്ഞ് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു 14 കിലോമീറ്റർ നമ്മളെ സിറ്റി ആംബിയൻസ് ഒക്കെ മാറി ഇനി ഒരു 14 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാഗമൺ ജംഗ്ഷനിലോട്ട് എത്താം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഇന്ന് പോകുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റേ പിടിച്ചിരിക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി PWD റെസ്റ്റ് ഹൗസിലാണ് നമുക്കിന്ന് സ്റ്റേ ഉള്ളത്. അപ്പോൾ പോകും വഴിയുള്ള സ്ഥലങ്ങളൂടെ കണ്ട് കോട്ടയം ഫിനിഷ് ചെയ്ത് ഇടുക്കി ജില്ല കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് LJ ബ്രദേഴ്സ് എന്ന് പറയുന്ന വെഡ്ഡിംഗ് സ്റ്റുഡിയോ ടീമാണ്. തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് ടീമാണ്. വെഡ്ഡിംഗ് വർക്കുകൾ ചെയ്യുന്ന ഒരു ടീമാണ്. വെഡ്ഡിംഗ് വർക്കുകൾ മാത്രമല്ല, ഷോർട്ട് ഫിലിം, ആൽബം, അങ്ങനെ തുടങ്ങി മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ വർക്കുകളും, ഡോക്യുമെൻ്ററി, അങ്ങനെ തുടങ്ങി ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ഒരു ടീമാണ്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ, അതായത് ഗ്രാൻഡായിട്ട് തന്നെ നല്ല രീതിയിൽ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഇവരെ ബന്ധപ്പെടാം. തിരുവനന്തപുരത്താണ് ഇവരുടെ ഓഫീസ്. നമ്പർ, കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ഇവരുടെ പാക്കേജുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, റോഡ് സൈഡിൽ തന്നെ നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ട്. ഈഞ്ചപ്പാറ വെള്ളച്ചാട്ടമാണ് റോഡ് സൈഡിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാം.
മുകളിൽ വെള്ളം അല്ലേ നമ്മൾ വാഗമണ് പോകാനുള്ള യാത്രക്കിടയിലാണ് നമ്മൾ ഇതുപോലൊരു വെള്ളച്ചാട്ടം കണ്ടത്. അപ്പോൾ ഇതോ കാണുന്ന ആ ടോപ്പുണ്ട്, അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 4 വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. ആ ടോപ്പിൽ നിന്ന് വന്ന് അത് ഇങ്ങനെ വന്നതാ, ഇതുവഴി അങ്ങനെ പോകും. രാവിലെ കാപ്പി പിടിക്കാൻ ഇറങ്ങി ഈഞ്ചപ്പാറ വെള്ളച്ചാട്ടം അവിടെയാണ്. ഇവിടെ തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് കിട്ടി നമുക്ക് കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ കാപ്പി പിടി ഇവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ കാപ്പി പിടിക്കുകയാണ്. കാപ്പി പിടിച്ചതിന് ശേഷം വാഗമണിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വരുന്ന വഴിയിലും അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയ സീസണിൽ ഫുള്ളും മഴ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മാത്രമാണ് ലൈവിൽ മഴയില്ലാത്തത്. വരുന്ന വഴിയിൽ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നല്ലൊരു പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് ആയിരിക്കില്ല. ഇപ്പോൾ വളരെ മനോഹരമാണ് കാഴ്ചകൾ. ഈ റോഡും പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ പോവുള്ളൂ. കാരണം ഒരു സൈഡ് പാറയാണ്, പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡ് പോലെയാണ് നമുക്ക് കാഴ്ചയിൽ തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം. എന്തായിരുന്നാലും ഒരു സൈഡിൽ നല്ല ഹൈറ്റിൽ പാറയാണ്, അതുപോലെ തന്നെ ഒരു സൈഡിൽ നല്ല ആഴവുമുള്ള റോഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൈഡൊക്കെ പോകുമ്പോൾ പ്രകൃതി ആസ്വദിച്ച് പോകുകയാണെങ്കിൽ പോലും നമ്മൾ റോഡ് നോക്കുക, വളരെ ശ്രദ്ധിക്കുക. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുക. കാഴ്ചകൾ കാണണം എന്നാൽ പോലും നമ്മുടെ ജീവനും കൂടെ അതിലുപരി വില കൊടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുക. കാരണം ഒരു സൈഡ് വളരെ അഗാധമായിട്ടുള്ള ആഴമുള്ള കൊക്കയാണ്, ഒരു സൈഡ് അതുപോലെ പാറയുമാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. അത് നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് കയറിയിട്ടുണ്ട്. ഏകദേശം അതായത് ബോർഡറാണ് നമ്മളെ വാഗമൺ എന്ന് പറയുന്നത്. അപ്പോൾ പോയ വഴിക്ക് ഇടയ്ക്ക് ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി. ഇതുപോലെ ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ കാപ്പി പിടിച്ചിട്ട് മുകളിലോട്ട് വന്നപ്പോൾ ഒരു അടിപൊളി സ്പോട്ട്. ഇതൊന്നും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളി സ്പോട്ടുകളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. വളരെ മനോഹരമാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പിന്നെ വലിയൊരു മലയാണ്. പിന്നെ അതിനുശേഷം അവിടെ ഒരു വെള്ളച്ചാട്ടം. അങ്ങ് ദൂരെ പല സ്ഥലത്തും വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ നൂല് പോലെ പോകുന്നതും അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ക്യാമറ കൂടെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ മുകളിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങ് അപ്പുറത്തൊക്കെ പോകണമെന്ന് തോന്നുന്നു. മാപ്പ് കണ്ടിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത് തന്നെയാണ്. നമുക്ക് വാഗമണിലേക്കാണ് ഇനി അടുത്ത് പോകാനുള്ളത്. അല്ലെങ്കിൽ അതിന് മുന്നേ ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും, മുന്നോട്ട് പോകാം. ആർക്കും പറഞ്ഞു തരണ്ട എന്ന് വിശ്വസിക്കുകയാണ്. വളരെ മനോഹരമാണ്. നമുക്ക് നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ രാവിലെ സമയമാണ്. കാഴ്ചകൾ അതിഗംഭീരമാണ്. ഒരു സൈഡ് പാറയും അപ്പുറത്തെ സൈഡ് ആഴം ഉള്ള കൊക്കയാണെങ്കിലും കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതിനൊപ്പിച്ച് നിൽക്കുന്ന ഒരു ക്ലൈമറ്റും. മഴയുടെ ബുദ്ധിമുട്ടില്ല, കോടമഞ്ഞില്ല. അങ്ങ് ദൂരെ കോടമഞ്ഞൊക്കെ ഉള്ളതേ ഉള്ളൂ. ഈ പോകുന്ന വഴി തന്നെ ഒരുപാട് വാട്ടർഫോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒത്തിരി വാട്ടർഫോൾ. നമുക്ക് എല്ലായിടത്തും നിർത്തി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സമയം കൂടെ നോക്കണമല്ലോ. കാഴ്ചകൾ ഗംഭീരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹാരിതമുള്ള കാഴ്ചകൾ. ഇന്നിപ്പോൾ സഞ്ചാരികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. റോഡിലൊന്നും തിരക്കില്ല. എന്തായാലും നമ്മൾ ഇറങ്ങിയ സമയം ബെസ്റ്റ് ടൈമാണ്. രാവിലെ മഴയില്ല. ഇന്നലെ വരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മഴ. ഇന്ന് മഴയില്ല. എന്തായാലും ഹൈ റേഞ്ച് കയറാൻ അല്ലെങ്കിൽ വാഗമണ് പോകാൻ പറ്റിയ സമയം. നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്, നല്ലൊരു ആംബിയൻസ്. നമ്മൾ പോകുമ്പോൾ നല്ലൊരു വൈബാണ്, അടിപൊളിയാണ്. അതും ഫാമിലിയോട് ഒരുമിച്ച്. നിങ്ങൾക്കറിയാം, ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. നിങ്ങളും നമ്മളെ കൂടെ ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളെ ചേർത്ത് കൊണ്ടുള്ളൊരു യാത്രയാണ്. തിരുവനന്തപുരം മുതൽ തുടങ്ങി കാസർഗോഡ് വരെ ചെന്നെത്തുന്ന യാത്ര. 14 ജില്ലകളുടെയും ടൂറിസ്റ്റ് പ്ലേസുകളും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഉൾക്കൊള്ളിക്കുന്ന വീഡിയോകളാണ് നമ്മുടെ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൽ വരുന്നത്. നമ്മുടെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടി നമുക്ക് വേണം. മറക്കരുത്, ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.
ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ്. ഇതിന് മുന്നേ തന്നെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് എപ്പിസോഡുകൾ വരുന്നുണ്ട്, ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്തുള്ള യാത്രയ്ക്ക് നമുക്ക് ഊർജ്ജം പകരുന്നത്. എന്തായിരുന്നാലും നമുക്ക് മുകളിൽ പോയിട്ട് വാഗമണിലെ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. മുകളിലേക്ക് പോവാം. ഒരു ചെറിയൊരു വ്യൂ പോയിന്റ്. നമ്മൾ പോയത് നേരത്തെ നിന്ന് നമ്മൾ കണ്ടത് ആ സൈഡ് എവിടെയാണ്. അവിടെ താഴേന്ന് പറഞ്ഞ ഒരു റോഡാണ്. നമ്മൾ ഈ വന്ന റോഡ് തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കണ്ടത്. പക്ഷേ ഇവിടെ വന്നിട്ട് കാണുമ്പോൾ അതിനേക്കാളും മാരമായിട്ടുള്ള വ്യൂ ആണ് റോഡ് സൈഡ്. ഇങ്ങനെയുള്ളൊരു വ്യൂ. അടിപൊളി അടിപൊളി അടിപൊളി. പലയിടത്തായിട്ട് നമുക്ക് ഇവിടുന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുമേ. പിന്നെ മഞ്ഞ് കാണാൻ പറ്റും. ഈ ഒരു റോഡിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളും പാറ, ഭയങ്കര ഹൈറ്റായിട്ട് പാറ വെട്ടിയിട്ടുള്ള ഒരു റോഡ്. അതും ഒരു മനോഹര കാഴ്ചയാണ്. അതെന്തോ നോക്കലേ, എന്തോന്നാണത്? കുതിര 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 വേണോ? ഈ റോഡാണ് നമ്മൾ കയറി വന്നത്. ഈ സൈഡ് ഭയങ്കര രസമാണ് സംഭവം. ഒരു സൈഡ് ഭയങ്കരമായിട്ട് പാറ അടിച്ചിട്ടുള്ള റോഡാണ്. നമ്മൾ നേരത്തെ വന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ വലിയ കുന്നുകളാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് അമ്പോ ആഴം നോക്കി, പാറ, വെള്ളച്ചാട്ടം എല്ലാം ഉണ്ടല്ലേ, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് അടിപൊളിയാണ് ഈ പാറ. ഇവിടെ പുതിയ റൈഡും കൂടെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. 150 രൂപയാണ് ചെറിയ റേറ്റ്. ഒരു 10 മിനിറ്റ് സമയം 150 രൂപയാണ് റേറ്റ്. നമ്മളെ വണ്ടി ഓടെ കിടപ്പുണ്ട്. നമ്മളിനി മുന്നോട്ട് പോവുകയാണ്. സമയം വളരെ കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് പോവാം. നമ്മുടെ കോട്ടയം ഇടുക്കി ട്രിപ്പിലെ നമ്മുടെ പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മൾ വാഗമൺ പോവുക, അത്യാവശ്യം ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുക. അതിനുശേഷം നമ്മൾ ട്രക്കിംഗ് ഉണ്ട്, ജീപ്പ് ട്രക്കിംഗ്, രാമക്കൽ മേടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ പ്ലാനിങ് അങ്ങനെയാണ്. ഇവിടെ വന്നതിന് ശേഷം സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ രാമക്കൽ മേട് ആ റൂട്ട് പോയി അവിടുത്തെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ എടുത്തിട്ട് നമുക്കടുത്ത് ഇടുക്കിയിൽ സ്റ്റേ പിടിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ലൈവിലൊക്കെ വന്നപ്പോൾ അല്ല ഷോർട്സിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, നമ്മളെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ അരുൺ എന്നാണ് പേര്, പുള്ളി വിളിച്ചപ്പോൾ തന്നെ നമ്മൾ വാഗമൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവിടുത്തെ ഒരു ട്രക്കിങ്ങിൻ്റെ കാര്യം പരിചയപ്പെടുത്തി. അങ്ങനെ ഇവിടെ ഉള്ള പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ്റെ നമ്പർ തന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താണ് മൊട്ടക്കുന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആലോചിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായിരുന്നാലും നമുക്ക് മുകളിലോട്ട് പോയതിന് ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കാം. നമുക്ക് രാമക്കൽ മേട് ജീപ്പ് റൈഡിന് പോകണം എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ മനസ്സിൽ. എന്തായിരുന്നാലും മുകളിലോട്ട് പോകാട്ടോ. നമ്മൾ വാഗമണോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി 3 കിലോമീറ്ററാണ് ഉള്ളത്. ഈരാറ്റുപേട്ടെന്നാണ് വരുന്നത്. അപ്പോൾ റോഡ് സൈഡിലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോയാണ്. ഇപ്പോൾ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മലനിരകൾ, വെള്ളച്ചാട്ടങ്ങൾ വരുന്ന വഴി. ഇപ്പോൾ മഴയുള്ള സീസൺ കൂടെ ആയതുകൊണ്ട് ഇന്ന് പെയ്തിട്ടില്ല, ഇന്നലെയൊക്കെ പെയ്തതെന്ന് അറിയില്ല. പക്ഷേ എന്തായിരുന്നാലും മഴ ഉണ്ടായിരുന്നു, പൊതുവെ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആക്റ്റീവാണ്, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വേനൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള കാഴ്ചകൾ ഉണ്ടോ എന്ന് അറിയാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ പാറകൾ ഉള്ള സൈഡിൽ കൂടെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം എടുത്തു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 3 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ വാഗമണ്ണ് പോയതിന് ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. പക്ഷേ ഇപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ കാഴ്ചകൾ അതിമനോഹരമാണ്. വേറൊന്നും കൊണ്ടല്ല, വെള്ളച്ചാട്ടങ്ങൾ റോഡിൽ കൂടെ അങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഉണങ്ങി വരേണ്ട ഒരു സമയമല്ല, നല്ല പച്ചപ്പുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ളൊരു സമയമാണിപ്പോൾ. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയിട്ട് വാഗമണ്ണ് പോയി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം.
എന്ത് ഭംഗിയാണല്ലോ ഇവിടെയൊക്കെ കാണാൻ. ഓരോ ജില്ലയിലെയും ഓരോ പ്രത്യേകത. നമ്മളിവിടെ വാഗമണ് മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, റേറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തായിരുന്നാലും നമ്മൾ മുട്ടക്കുന്ന് പോയതിന് ശേഷം നമുക്ക് തിരികെ വരാമെന്നുള്ള തീരുമാനം എടുത്ത് നമ്മൾ മുട്ടക്കുന്നിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളിങ്ങ് മുകളിലൊരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു. സംഭവം അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് യാത്ര പോകാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരു 6ഓളം സ്ഥലങ്ങൾ വച്ചിട്ടുണ്ട്. ടോട്ടൽ 34 കിലോമീറ്റർ നമുക്ക് അതിൽ വേണമെങ്കിൽ റൈഡ് പോവാം. അത് ഒരു ജീപ്പിന് 2000 രൂപ അല്ലേ? ഒരു ജീപ്പിന് 2000 രൂപയാണ്. 7-8 പേരൊക്കെ കൊള്ളുന്ന ജീപ്പാണ്, വലിയ ജീപ്പാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരോട് കുറച്ച് ഓഫ് റോഡ് അല്ലാതെയൊക്കെ ഉള്ള റൈഡ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലങ്ങളാണ്. ഒരു 6 സ്ഥലങ്ങളായിട്ടും ഉണ്ട്. അപ്പോൾ ആ ജീപ്പ് വാടക എടുത്ത് ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ സുഖമായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന റൈഡ് നമുക്ക് അവരോട് ചിലവഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വാഗമണിലേക്കാണ് പോകുന്ന. മുട്ടക്കുന്ന് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. സൈഡുകളിൽ ചെറിയ ചെറിയ കടകളുണ്ട്. അതുപോലെ തന്നെ തേയിലപ്പാടങ്ങൾ, തേയില തോട്ടങ്ങൾ, അതിൻ്റെ ഇടത് സൈഡിൽ തേയില തോട്ടങ്ങളുണ്ട്. അതിൽ ആൾക്കാർ എന്താണ് തേയില നുള്ളുന്ന കാഴ്ചകളും അങ്ങനെയൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മുട്ടക്കുന്നുണ്ട്. മെയിൻ റോഡ് നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ അത് ടിക്കറ്റ് എന്തോ ആണ്. നമുക്ക് തിരിച്ചു പോകാൻ നോക്കാം. ഇത് ഇവിടെ നിന്നൊരു മുട്ടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് നോക്കാം. ഏടെ പോണേ? എന്തരായി? അയ്യോ, പുറം കണ്ടപ്പോഴേ ആയെന്ന് തോന്നി. എനിക്ക് മാത്രം തോന്നിയിരിക്കും. ഇതേ പിഞ്ചായിരിക്കും അല്ലേ? കണ്ട പേരൊക്കെ നിൽക്കുന്നുണ്ട്, കളറായി നിൽക്കുന്നുണ്ട. അതായി കാണും. കൊള്ളാമോ അത്? കണ്ട കളർ കണ്ട പഴുത്ത് നിൽക്കുമ്പോൾ തോന്നി. പേരൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. കളർ കാണുമ്പോൾ നമ്മൾ വിളഞ്ഞ പോലെ തോന്നും, പക്ഷെ ഒന്നും ആയിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വാഗമണിൽ മുട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എല്ലാം ഓരോ മലനിരകളാണ്. അപ്പുറത്താണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ അടിപൊളിയായിട്ട് ഇന്ന് ഫോട്ടോ എടുപ്പും മേളവും എല്ലാം നടക്കുന്നു. അപ്പുറത്തൊരു കുന്ന് നമ്മുടെ റോഡ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെയായിട്ട് എന്തൊക്കെ പശുവോ കുതിരയോ എന്തൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇതിൽ കാണാൻ പറ്റത്തില്ല, നിപ്പുണ്ട്, മേഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് പാറക്കെട്ടാണ്. നല്ല വലിയ പാറക്കെട്ട്. ഇവിടെ ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗത്തും ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. നിറച്ച് വീടുണ്ട്. വേറെ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇല്ല. അവിടെ തെറ്റിയും തെറിച്ചേ ഉള്ളൂ. അവിടെ ഇത്രയും പോർഷനിൽ നിറച്ച്, ഇവിടെ നോക്കുമ്പോൾ തീപ്പെട്ടി കൂടി ഇരിക്കും പോലെ ഉണ്ട്. അതേപോലെ നിറച്ച് വീടുകളുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കൈ കാണുന്നില്ല, അവിടെ ആയിട്ട് നീളത്തിനൊരു വെള്ളച്ചാട്ടം സ്പീഡിന് ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെ ഈ ഒരു ചുറ്റുപാട് ഫുള്ള് പൈൻ മരങ്ങൾ. അത് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒന്നും പറയാനില്ല. നല്ല ഭംഗിയുണ്ട്. നിറച്ച് അടിങ്ങി പൈൻ മരങ്ങൾ നിൽപ്പുണ്ട്. ഇവിടെ ഇത്രയും പോഷങ്ങൾ. അതാ ഒരു ഡാർക്ക് പച്ച, ഒരു പച്ച കളറുണ്ടല്ലോ, പച്ച കളർ ഗ്രീൻ കളറ്. എത്ര ഡിഫറെൻറ്റ് കളറുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാം. ഡാർക്ക് പച്ചയുണ്ട്, ലൈറ്റ് പച്ചയുണ്ട്, നല്ല കരിമ്പച്ചയുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പച്ച കളറുകളെല്ലാം ഇവിടെയൊക്കെ ഇപ്പോൾ കാണാം. പിന്നെ നമ്മളെ പൊന്മുടിയെ പോലെ തന്നെ അനക്കാട്ടി നല്ല സൂപ്പറാണ്. ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയത്, ഫോട്ടോസ് എടുക്കാൻ അടിപൊളി. ഫുള്ള് പേരയ്ക്കയാണ്. ഒരു പേരയ്ക്ക നമുക്ക് കിട്ടി. അത് മുന്നേ നമ്മളെല്ലാവരും കളക്ട് ചെയ്തത്. ഒത്തിരി പേരയ്ക്കുണ്ട്, ഒന്നും വിളഞ്ഞിട്ടില്ല. പേരയ്ക്കൊക്കെ ശരിക്കുണ്ട്. പിന്നെ തോട്ടം നോക്കുന്നത് സൂപ്പർ. പിന്നെ നല്ല തണുത്ത കാറ്റാണ്, നല്ല തണുത്ത പറയുന്നു. അത് നമ്മൾ രാവിലെയും കൂടെ വന്നുകൊണ്ടായിരിക്കും. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. ചെവിയൊക്കെ അടഞ്ഞു, ഇപ്പോഴേ ചെവിയൊക്കെ അടഞ്ഞു. സൂപ്പർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത് ഇറങ്ങാൻ
കാണാൻ പറ്റുമെന്ന്. റോഡ് നമ്മൾ വന്ന വഴി അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഇതേപോലെ ഓരോ മുട്ടക്കുന്ന് സ്ഥലങ്ങളാണ്. അവിടേക്ക് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അവിടെ എന്തൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന കാണാം. പിന്നെ ആ മലയുണ്ടല്ലോ, ആ പാറയുടെ അവിടത്തേക്ക് ഇത്രയും കണ്ടോ മഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുക. മഞ്ഞ് ഒരു മലയിൽ വന്ന് താന്നിട്ട് അടുത്ത മലയിലോട്ട് പോയി അങ്ങനെ മഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുക. എന്തായാലും അടിപൊളി, സൂപ്പർ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊട്ടക്കുന്നിലെ വ്യൂ എന്താണെന്ന്. വാഗമണ് ഇവിടുന്ന് ദൂരെ നല്ല ദൂരെ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റുന്നുണ്ട്. അത് സൂപ്പറാണ്. നല്ല ലോങ് ആയിട്ട് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല ലോങ് ആയിട്ടുള്ളൊരു വാട്ടർഫോള് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ മൊട്ടക്കുന്ന് ഇങ്ങനെ ഇത്രയും വൈഡായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും ഇവിടെ. നമ്മൾ ടിക്കറ്റ് എടുത്ത് അപ്പുറത്ത് കയറുന്ന ആ സ്ഥലമല്ല, റോഡ് സൈഡിൽ നിന്ന് അകത്തോട്ട് കയറിയ അപ്പോഴുള്ള വ്യൂ ആണ്. പിന്നെ പേരയ്ക്ക അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും പഴുത്തിട്ടില്ല. എന്തായിരുന്നാലും മനോഹരം, വളരെ മനോഹരം. തണുത്ത കാറ്റുണ്ട്. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ എന്ന്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണം. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. എത്ര മണിക്കൂർ നിന്നാലും മടുക്കില്ല. കുറച്ച് സമയം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മടുപ്പും തോന്നില്ല. എന്തായിരുന്നാലും നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോയാലേ പറ്റുള്ളൂ. നോക്കട്ടെ ഇവിടെ ഇനി അടുത്ത് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ മൊട്ടക്കുന്നിൽ വന്നു. ഇവിടെ വിശാലമായിട്ടുള്ള കാഴ്ചകളാണ്. പല സ്ഥലത്തോട്ട് നമുക്ക് കയറിയുന്നതിൻ്റെ കാഴ്ചകൾ, വ്യൂസ് കാണാൻ പറ്റും. നമ്മൾ ഇനി പോകാൻ പോണത് വാഗമണിൽ തന്നെ ജീപ്പ് ട്രക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞേക്കാം. ഇപ്പോൾ നമ്മൾ വന്ന ജംഗ്ഷൻ തിരിച്ചു പോകണം. തിരിച്ച് ഒരു 3 കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ ആ ട്രക്കിംഗ് പോയിന്റിലോട്ട് പോകുന്നത്. അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഗമണിൽ ടിക്കറ്റ് എടുത്ത് മൊട്ടക്കുന്നിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഭാഗം. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ അവിടെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് രാമക്കൽ മേട് ജീപ്പ് റൈഡിന് പോകാമെന്നാണ്. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ജീപ്പ് ട്രക്കിങ്ങിന് പോവാമെന്ന് ഒരു ചെറിയൊരാഗ്രഹം. അങ്ങനെ നമ്മളിവിടെ നാട്ടിൽ നിന്ന് തന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത ആ ചേട്ടനെ തന്നെ, എബി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ നമ്മളെല്ലാം വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പോകാനുള്ളത് വാഗമണിലെ ജീപ്പ് റൈഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5-6 സ്പോട്ടുകളുണ്ട്. നമുക്ക് എന്തായിരുന്നാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 3 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. വാഗമൺ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. എബി എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മളെ കൂടെ ഇന്നുള്ളത്. പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് കയറാൻ പോവുകയാണ്. മുന്നേ ഞാൻ ഇരുത്തിക്കോളാം. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പേര് പറഞ്ഞ ചേട്ടാ? എൻ്റെ പേര് എബിൻ. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പം കുഴപ്പമില്ല. സീസണാണ്. സീസണല്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഏതൊക്കെ സ്പോട്ടാണ് പോകുന്നത് ഇപ്പോൾ? നമ്മൾ ആദ്യം കോട്ടമല എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ഒക്കെ കാണാം. പിന്നെ ഒരു വെള്ളച്ചാട്ടം ടണല് ലാസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് വരും. വെള്ളച്ചാട്ടം ടണല് മാത്രം 2 സ്പോട്ട് അടുത്തായിട്ട് വരും. എത്ര കിലോമീറ്റർ വരും? എല്ലാം കൂടെ കറങ്ങി വരുമ്പോൾ ഒരു 20-25 കിലോമീറ്റർ. പാക്കേജ് പോലെ അല്ലേ? അതെ, റേറ്റ് പറയണം. നമ്മളൊരു വണ്ടിക്ക് നോർമലി സീസൺ ടൈമിലൊക്കെ 2500 ആക്കിയാണ് ചാർജ്. 2500. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു 5 സ്പോട്ടുകൾ, 5 സ്പോട്ടുകൾ ബന്ധിപ്പിച്ചാണ് ഈ പാക്കേജ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ചേട്ടൻ പറഞ്ഞത്. സീസൺ സമയത്തൊക്കെ ഒരു വണ്ടിക്കാണെന്നാണ് പറഞ്ഞത്. എത്ര പേര് കൊള്ളൂ വണ്ടിയിൽ? മാക്സിമം ഒരു 8 പേര്. 8 പേര്. ഒരു വണ്ടിയിൽ 8 പേര് വരെ പോകും. പക്ഷേ ആ ഒരു വണ്ടിക്കാണ് റേറ്റ്, ആൾക്കല്ല. ഒരു വണ്ടിക്ക് 2500 രൂപ റേറ്റ്. പിന്നെ സീസൺ മാറുന്നതിനനുസരിച്ച് റേറ്റ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചേട്ടൻ്റെ നമ്പർ, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ, വരുന്നവർ ആവശ്യമാണെങ്കിൽ വിളിക്കുക. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് നമ്മളെ ഇവിടുത്തെ ട്രക്കിംഗ്, വാഗമൺ ട്രക്കിങ്ങിന്, ജീപ്പ് ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. മഴയൊക്കെ ഉണ്ടായിരുന്നു ആണ്. ഇത് നമ്മളെ ജീപ്പ് മാത്രം പോകുന്ന സ്ഥലങ്ങളാണ്.
ഇപ്പോൾ നമ്മൾ കാണുന്നത് വാഗമൺ ടൗൺ ആണ്. വാഗമൺ ടൗണിലൂടെയാണ് നമ്മൾ ജീപ്പ് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്ന ഹിഡൻ സ്പോട്ടുകൾ ഉള്ളത് കേട്ടോ. മുന്നോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, ഈ റൈഡിന് ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവർ പോകുന്ന വഴിയിൽ, ഈ ജീപ്പുകൾ പോകുന്ന വഴിയെല്ലാം വൺ വേ ആണ്, പുറത്തുനിന്നുള്ള വണ്ടികളല്ല. ഈ ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പുകളെല്ലാം ഒരു വഴി പോയിട്ട് സ്പോട്ടുകൾ കണ്ടതിന് ശേഷം അതേ വഴി തിരിച്ചു വരാണ്ട്, ഇപ്പോൾ ഈ വരുന്നത് വേറൊരു വണ്ടിയാണ്. അല്ലാതെ ഈ ട്രക്കിങ്ങിന് പോകുന്ന വാഹനങ്ങളെല്ലാം പോയിട്ട് അതുവഴി തന്നെ കറങ്ങി ലാസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്ന രീതിയിലാണ് ഇവർ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിയിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ക്രോസിങ് വരുന്ന തടസ്സങ്ങളൊന്നുമില്ല. കുറച്ച് ഓഫ് റോഡ്, കുറച്ച് നല്ല റോഡ്, കുറച്ച് ടാർട്ട റോഡ്, കുറച്ച് മണ്ണ് റോഡ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വെറൈറ്റിയിട്ടുള്ള ഒരു ഓഫ് റോഡാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, മുന്നോട്ട് പോയോ കേട്ടോ. ഇത് കോട്ടമല എന്ന് പറയുന്ന വ്യൂ പോയിൻ്റാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് ചെറിയൊരു ഓഫ് റോഡൊക്കെ കയറിയിട്ട് കോട്ടമല വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മൊട്ടക്കുന്നിൽ കണ്ട അതുപോലെ അതിനേക്കാളും വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഉള്ള കാഴ്ച കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്ന് ജീപ്പിൽ കയറിയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. പോണില്ല ചേട്ടൻ, പോണില്ല, നമ്മളെ കൊണ്ടേ പോകണത്. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് വിട്ട്. അപ്പോൾ അപ്പുറത്തുണ്ട്, അങ്ങോട്ട് നടന്ന് പോയിട്ട് ഓക്കെ. ഇതിനിടയിൽ കൂടെ ചെറിയ വഴികൾ തിരിയുന്നുണ്ട്, പുല്ലിൻ്റെ ഇടയിൽ കൂടെ. സ്ഥലം പോലെ അല്ലേ? പുൽമുടിയേക്കാളും പുല്ലുണ്ട്, നല്ല പുല്ല് വളർന്നിട്ടുണ്ട്. ചറക്കിയ വീട് ഉറപ്പാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇത് കൈമുറിയേ, പുല്ല് പുല്ല് കൈമുറി. അവിടെ നിന്നോ, മതി മതി. ദൂരെ തേയില വളരെ മനോഹരമായിട്ട് അടുക്കി നട്ടിട്ടുണ്ട്. അങ്ങിങ്ങാട്ട് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാണ് നിറയെ പുല്ല് നിൽപ്പുണ്ട്. ദൂരത്ത് വളരെ വൈഡായിട്ടുള്ളൊരു മലനിരകൾ കാണാൻ. വളരെ
വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ സൂപ്പറാണ്. മുകളിൽ രാഹിയും പപ്പയൊക്കെ അവിടെ നിൽപ്പുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. താഴെ ഒരു വെള്ളച്ചാട്ടം പോലെ സംഭവം കാണാൻ പറ്റും. ക്യാമറയിൽ കാണാൻ പറ്റില്ല, താഴെ കാണാൻ പറ്റും. നമ്മളെ ജീപ്പ് ദോ അവിടെ കിടക്കുകയാണ്. നമ്മുടെ ജീപ്പ് അടിപൊളി. അപ്പോൾ നമ്മൾ കോട്ടമലയിൽ നിന്ന് ഇനി അടുത്ത് ഇടുക്കി ഡാമിൻ്റെ റിസർവുകൾ കാണാൻ പറ്റും. ഇടുക്കി ഡാമിൻ്റെ റിസർവുകളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലോട്ടായല്ലോ. ഇവിടെയും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരുപാട് വീടുകളുണ്ട്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ പറഞ്ഞത് കുറച്ചും കൂടെയൊക്കെ ഉള്ളിലോട്ട് പോകുന്ന ആൾക്കാർ ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ടൗണിൽ പോയിട്ട് വേണ്ടുന്നുള്ള ആഹാര സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ എപ്പോഴും പോകാനുള്ള ഗതാഗത സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് അവർ ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ആ ആഴ്ചയിൽ വേണ്ടുന്നുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ മുന്നേ പിടിച്ചിരിക്കുന്ന കണ്ട് ചിലപ്പോൾ പേടിയാവും, ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ എന്തായിരുന്നാലും കൊച്ചിനെ കൂട്ടാതെ പോകാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും ഞാൻ നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവനും എന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ നല്ല കുലുക്കമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ മാറിയൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇടുക്കി ഡാമിൻ്റെ റിസർവയറാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച. ക്യാമറ കൂടെ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവയർ വെള്ളം കിടക്കുന്നത് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വൈഡായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇതോ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവയർ ഏരിയ. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട്. നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. എവിടത്തേക്കോ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം, കുറേ കിളികളുടെ സൗണ്ട് കേൾക്കാം. ദൂരെ ഒരു ടവർ കാണാം. പിന്നെ കോടമഞ്ഞ്, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്പോട്ട്, അതായത് വാഗമൺ ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ സ്പോട്ട് ഇതാണ്. നമ്മളിനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ 12:30 ആവാൻ പോകുന്നുണ്ട്. 12:30 ആരാ മുന്നേ ആരാ അവിടെ വെള്ളം
എവിടെയാ വെള്ളം? മുന്നച്ചി വെള്ളം എവിടെ? വെള്ളം കാറല്ല, ജീപ്പ്. നമ്മളെ ജീപ്പ് നമ്മുടെ ജീപ്പ് ഇതാണോ? ഇത് തന്നെ ഇത് തന്നെ. അപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിൽ നമ്മളിനി അടുത്ത് പോകുന്നത് കപ്പക്കാനം എന്ന് പറയുന്ന വാട്ടർഫോളും പിന്നെ അവിടെ തന്നെ ഒരു ടണലും ഉണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഓക്കെ, പോകുന്ന വഴികളൊക്കെ കണ്ടോളൂ. കപ്പക്കാനം വെള്ളച്ചാട്ടം. അത് ടണൽ അവിടെ വെള്ളച്ചാട്ടത്തിന് അടുത്ത് വരെ ഇത് ഇവിടെ ഇറങ്ങാമല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കപ്പക്കാനം വാട്ടർഫാൾ എന്നാണ് പറയുന്നത്. ഇതിനടുത്ത് തന്നെയാണ്, അപ്പുറത്തെ സൈഡ് തന്നെയാണ് ടണൽ. നമുക്ക് ഇതിൽ കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ഇവിടെ തന്നെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി പാറക്കല്ലാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പക്കാനം വാട്ടർഫാൾ. അതുവഴി വെള്ളം ചാടി ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പുറത്ത് നിന്നാണ് ടണൽ വരുന്നത്. അപ്പോൾ ടണലിൻ്റെ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇവിടുന്ന് ഏതാണ് ഇത് പോകുന്ന ഇടുക്കി ഡാമിലോട്ടാണ് ഇത് ഒഴുകി പോകുന്നത്. പിന്നെ അപ്പുറത്തുള്ള ടണൽ ഏകദേശം 3 കിലോമീറ്റർ ടണൽ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകാം. ഇവിടെ നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്ക് നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. കൂടുതൽ ഇറങ്ങുന്നത് ഡേഞ്ചറാണ്. പാറയാണ് മുഴുക്കാൻ. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ടണൽ നമ്മൾ അഞ്ചുരുളി ടണൽ പോലെ തന്നെ ഒരു ടണൽ ചെയ്തിട്ടുണ്ട്. 3 കിലോമീറ്റർ അല്ലേ? 3 കിലോമീറ്റർ ഉണ്ട്. അത്ര ഒരു ചെക്ക് ഡാം ഉണ്ട്, കൂട്ടുകാരെന്ന് പറയുന്നത്. അവിടെ ഇടുക്കി ഡാമിലോട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണിതാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇടുക്കി ഡാമിൽ പോകും. ഈ വെള്ളം ഇടുക്കി ഡാമിൽ പോകും. ഇതിനകത്ത് അകത്തോട്ട് കയറി ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. ഇപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പുറത്തെ ഭാഗം ഇതുപോലെ സ്പോട്ടാണ്. ഇതുപോലെ ഓപ്പൺ അല്ല, അതൊരു ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം, ഓവർഫ്ലോ പോലെ ഒരു ഡാം മാത്രം. ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ടിലുള്ള ടണൽ. വെള്ളം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് 5 രൂപ പോലെ കുറച്ച് അങ്ങോട്ടേക്ക് കയറി പോകാം. അങ്ങനെയുള്ള ഇതാണ്. എന്തായിരുന്നാലും ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. ഇത് ഇടുക്കി ഡാമിലേക്കാണ്. രണ്ട് സൈഡിൽ നിന്ന് വരുന്നത് ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. ഇന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കല്യാണ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സേവ് ദ ഡേറ്റാണോ? അപ്പോൾ ഈ കാണുന്നത് നമ്മൾ 5 പോലെ തന്നെ അത്ര വലിപ്പമില്ലെന്നുള്ളൂ. എന്നാലും ഒരു ടണൽ.
ഒന്നും പറയാനില്ല. 3 കിലോമീറ്റർ പാറ കുത്തി തുറന്നിട്ടുള്ള ഒരു ടണലാണ്. അതിൽ കൂടെ വെള്ളം ചാടി അപ്പുറത്ത് 3 കിലോമീറ്റർ ഉണ്ടെന്ന് ഇതിനകത്ത് ടണൽ. അപ്പോൾ വെള്ളമില്ലാത്ത അവസരത്ത് ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, അകത്തോട്ട് പോവാം. 5 അവിടെ ഇറങ്ങാം. 2 സൈഡല്ല, ഇത് 3 കിലോമീറ്റർ അകത്തോട്ടുണ്ട്. പാറ തുറന്നുള്ള ഒരു ടണലാണ് പാറ. അപ്പോൾ ഇത് അപ്പുറത്തുനിന്ന് ഒരു ചെക്ക് ഡാമിൽ നിന്ന് വന്നിറങ്ങുന്ന വെള്ളം ഇത് ഇടുക്കി ഡാമിലോട്ട് പോകാൻ. ഇത് രണ്ടും കൂടെ ഇടുക്കി ഡാമിലോട്ട് പോകുന്ന വഴിയാണ് ഇത് ഇവിടെ വന്ന് സംഗമിക്കുന്നതെന്നുള്ളത്. അപ്പോൾ വെള്ളച്ചാട്ടം ആയതുകൊണ്ട് നമുക്ക് സൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. ഒരു സൂയിസൈഡ് പോയിൻ്റാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടവും ടണലാണ് നമ്മൾ കണ്ടത്. അടുത്ത സ്പോട്ടിലേക്ക് അപ്പോൾ ഇത് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സൂയിസൈഡ് പോയിൻ്റാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ്. ദൂരെ വാട്ടർഫോൾ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി അവിടെ വന്ന് ഇവിടെ തീരുന്നുണ്ട്. ഇതിൽ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരു വലിയൊരു സൂയിസൈഡ് പോയിൻ്റ് തന്നെയാണ്. സൂയിസൈഡ് പോയിൻ്റ് തന്നെയാണ് പറയണത്. ഇതിൻ്റെ ഇപ്പുറത്തും അതുപോലെ തന്നെ തേയിലപ്പാടങ്ങളൊക്കെ കാണാം. ജീപ്പുകൾ അങ്ങോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അഗാധമായ പൊക്ക, വലിയ പൊക്കയായിട്ടാണ്. ഇവിടെ വേറെ കമ്പിവേലികളൊന്നുമില്ല. ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന വലിയ താഴ്ചയാണ് താഴോട്ട്. പിന്നെ ദൂരെ ചെറിയ വഴികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മെയിൻ റോഡ് പോകുന്നുണ്ട്. ബാക്കി നല്ല വൈഡായിട്ടുള്ളൊരു വ്യൂ, ഒരു പാറ, ഇങ്ങനെയുള്ള വ്യൂ ആണ് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നത്. പുറകിൽ വലിയൊരു സൂയിസൈഡ് പോയിൻ്റാണ്. നമുക്ക് അങ്ങോട്ട് നടവഴിയുണ്ട്, നടന്നു പോകാം. വണ്ടി പോവും, ജീപ്പ് പോവും. അപ്പോൾ അവിടെ എന്തോ ചെറിയ കച്ചവടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് നടന്നു നോക്കാം. ദൂരെ പള്ളികളൊക്കെ കാണാം. പള്ളി അങ്ങനെയുള്ള കെട്ടിടങ്ങൾ, കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. എങ്ങനെ തോന്നുന്നു സൂയിസൈഡ് പോയിൻ്റ്? അടിപൊളിയല്ലേ? വെള്ളച്ചാട്ടമാണ് കേട്ടോ പൊളിച്ചത്. അത് കാര്യമൊന്നും ഇത്ര ദൂരത്തുനിന്ന് നമ്മളൊരു വാട്ടർഫോൾ കാണുമ്പോൾ ദൂരത്തുനിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് കാണുന്നതിനേക്കാളും നന്നായിട്ടും അവിടെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി വാട്ടർഫോളാണ് കേട്ടോ. എല്ലാം അടിപൊളി സ്ഥലമാണ്. കാരണം വെള്ളച്ചാട്ടം കാണാം, ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാം, പാറ കാണാം, ഒരുപാട് ലയങ്ങൾ കാണാം, ഒരു തേയിലത്തോട്ടങ്ങൾ കാണാം. എന്തോ ഒരു ഉറുമ്പ് വരുമ്പോഴത്തെ പോലെ കാണാമല്ലേ, കാറ് വരുന്നത് ഉറുമ്പ് വരുമ്പോലെ കാണാം. എന്തൊരു താഴ്ചയാണെന്ന് അറിയാമോ? കറക്റ്റ് പേരാ കേട്ടാ. അത്രയ്ക്ക് ടോപ്പിലേക്കുന്നേ. കൊക്ക പോലെ ഉണ്ട്, കൊക്ക പോലെ. കുറച്ചങ്ങോട്ടൊക്കെ പോയി കാണാൻ, കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാം. അവിടെ ഇനി കടയാണോന്ന് അറിഞ്ഞൂടെ. ഷെഡൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഷെഡുണ്ട്. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. കുറച്ചുകൂടെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് സൂയിസൈഡ് പോയിന്റിന്റെ ആഴം കൂടി വന്നതാണ്. ഇവിടെ വന്നാൽ അപ്പുറത്തെക്കാളും കുറച്ചുകൂടെ ഇതായിട്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആഴമാണ്. ദൂരെ അങ്ങൊന്ന് തുടങ്ങുന്ന വെള്ളച്ചാട്ടം ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം.
അപ്പോൾ നമ്മൾ റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കയറിയതുപോലെ നമ്മൾ ആ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എബിച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മളിവിടെ കൊണ്ടാക്കി. ഇനി നമ്മൾ ഒരു സ്പേസ് നോക്കിയിട്ടെ കഴിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്പേസ് നോക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന് ശേഷം നമുക്ക് ഇടുക്കിയിലോട്ട് ഉള്ള കാഴ്ചകൾ കണ്ടു പോവാം. നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. നമ്മൾ വാഗമണിലെ കാഴ്ച കണ്ട് ട്രക്കിങ് കണ്ടിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. റോഡ് സൈഡിൽ നമ്മൾ എല്ലാ ദിവസവും അതുപോലെ തന്നെ ഒരു കടയോ സ്കൂളോ പള്ളിയോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇറങ്ങണം. ഇന്ന് നമുക്കൊരു കട കിട്ടി. കടയിലിരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇടുക്കിയിലെ കാഴ്ചകളിലേക്കാണ് പോണത്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് യാത്രയുണ്ട്, കുറച്ചകത്തേക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ ജീപ്പിൽ റൈഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല, കുറച്ച് നല്ല കാഴ്ചകളായി. ഇനി നമുക്ക് പോകാനുള്ളത് പാഞ്ചാലിമേട് അങ്ങോട്ടുള്ള സൈഡാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഏകദേശം 37 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇനി അങ്ങോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ നോക്കാം. ഇവിടെ അടുത്ത് ഒരു തേയില പാടം നിൽക്കുന്നത്. നമ്മൾ വണ്ടി പോകുമ്പോൾ ദൂരത്തു നിന്നാണ് കാണുന്നത്. അടുത്ത് പോയി നോക്കാം. തേയില ഒരു കാണണമെങ്കിൽ ചിലപ്പോൾ ഓടിക്കുന്നുണ്ട്, പക്ഷേ വേലിയൊന്നുമില്ല. കണ്ട, ഇതാണ് തേയിലയുടെ ഇല. ഇത് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇത് വരി വരിയായിട്ട് അതിൻ്റെ അകലത്തിൽ നട്ടിരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ദൂരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നത്. ഇവിടെ തേയിലപ്പാടങ്ങൾ, തേയിലത്തോട്ടം. തേയില രാവിലെ എങ്ങനെ വന്ന് പറ്റിയതാണ്. തേയിലപ്പാടം, തേയിലത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, എങ്ങോട്ടോ പോകുന്ന വഴി. അപ്പോൾ ഇത് തേയിലത്തോട്ടത്തിനകത്തോട്ടും അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് തൊഴിലാളികൾ പോകുന്ന വഴിയായിരിക്കും. നമ്മൾ പോകുന്നത് കൂടുതൽ ശരിയുള്ള കാര്യമല്ല. അവിടെ വേലിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് തേയിലകൾ. അതിൻ്റെ അതായത് വലിയ ചെടിയാണ്, മൂട് ഇത്രയും കട്ടിങ്ങനെ ഉള്ളതാണ്. ഇതിനെ വെട്ടി അതിൻ്റെ തിളുന്തൊക്കെ എടുത്താണ് അതിനെ പ്രോസസ്സ് ചെയ്ത് തേയിലയായിട്ട് എടുക്കുന്നത്. പറ്റുവാണെങ്കിൽ നമ്മൾ ഈ യാത്രയിൽ തന്നെ ഒരു തേയില ഫാക്ടറിയോ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നമുക്ക് ഇനി പോകാനുള്ളത് കുറച്ച് ദൂരം അവർ കഴിച്ച് കഴിഞ്ഞിട്ടുടനെ നമ്മൾ യാത്ര തുടരുന്നതായിരിക്കും.